പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നിയമ ഭേദഗതി അംഗീകരിച്ച് ഇവിടെ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. ഇത് കൃത്യമായ വ്യക്തമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം നിലവിട്ട് സംസാരിക്കുന്ന നില വന്നിട്ടുള്ളത്. ഇവിടെ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞാൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വെച്ച് പരിശോധിക്കണമല്ലോ. ഇവിടെ LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. അതില് അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഓരോ വിഭാഗത്തിൻ്റെയും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അതത് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ഭരണസമിതികളാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോ വഖഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1913 ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ വഖഫുകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ആദ്യ നിയമം വരുന്നത്. പിന്നീട് അതില് പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. 1923, 1954, 1955 വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോഴൊന്നും വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ളവരെ അംഗങ്ങളാക്കിയിട്ടില്ല. അപ്പോ ഒരു നൂറ്റാണ്ടിലേറെ തുടർന്നു വരുന്ന സമ്പ്രദായം അതാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാറ്റാൻ നിയമ ഭേദഗതി കൊണ്ടുവന്നു. അമുസ്ലിങ്ങളെ കൂടി ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് പുറകിലുള്ള സ്ഥാപിത താല്പര്യം വ്യക്തമാണ്. അതിനോട് വിയോജിക്കുക എന്നത് വർഗീയവാദം പ്രചരിപ്പിക്കലാണോ? എന്നാൽ കാണേണ്ട കാര്യം, അതിനോട് യോജിച്ചു പോകൽ സംഘപരിവാർ അജണ്ടക്ക് മുൻപിലുള്ള നഗ്നമായ കീഴടങ്ങലല്ലേ? അങ്ങനെ വിയോജിക്കുന്നവരെ BJPക്കാർ അധിക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ നിലപാട് വർഗീയ നിലപാടാണ്. എന്നാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി BJPയുടെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിനെതിരെ സ്വാഭാവികമായ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. ഒരു മതവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ഒരു മതവിഭാഗത്തിനെതിരെയും ഇത്തരമൊരു കടന്നുകയറ്റം പാടില്ല എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ ആ എതിർപ്പ് ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആ കാലത്ത് നിയമസഭ ഏകണ്ഠമായി ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കണം എന്ന തരത്തിലുള്ള നിയമ ഭേദഗതി അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുകയല്ല അന്ന് കേരളത്തിലെ LDF സർക്കാർ ചെയ്തത്. അതിനെതിരെ ആകാവുന്ന എല്ലാ പോരാട്ടങ്ങളും നടത്തുക. അതിൽ ഒരു പ്രശ്നം വരുന്നത് വഖഫ് ബോർഡിന്റെ ഘടന പുനഃസംഘടനയുടെ പ്രശ്നം വന്നു. ആ ഘട്ടത്തിൽ ഈ പറയുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയല്ല LDF സർക്കാർ നടത്തിയത്. 2 സീറ്റ് ഒഴിച്ചിട്ടു. കാരണം നിയമം പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ആ 2 പേരെ അമുസ്ലിങ്ങളായവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിച്ചാൽ BJPയുടെ നിലപാട് അംഗീകരിക്കലായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ ഭേദഗതി അംഗീകരിക്കലായി. പക്ഷേ ആ നിയമ ഭേദഗതി വന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നിയമസഭ ഏകണ്ഠമായ നിലപാടെടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ 2 സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടുള്ള പുനഃസംഘടന നടത്തിയത്. ഇത് 2026 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോ പുതിയ നിയമവുമായി യോജിച്ചു പോകുന്ന നിലപാടല്ല LDF സർക്കാർ സ്വീകരിച്ചത്. യോജിച്ചു പോവുകയായിരുന്നുവെങ്കിൽ അമുസ്ലിങ്ങളെ കൂടി അംഗങ്ങളായി നിയമിക്കണമായിരുന്നു. അത് LDFന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, കേവലമായ ഇത്തരത്തിലൊരു പുനഃസംഘടന മാത്രമല്ല നടത്തിയത്. ഈ പാസാക്കിയ നിയമത്തിനെതിരെ നീങ്ങാൻ സർക്കാർ തലത്തിലാകാവുന്നത് എന്താണ്? നിയമപരമായി അതിനെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ടാണ് അതിനെതിരായ നിയമ പോരാട്ടം സർക്കാർ ഏറ്റെടുത്തത്. ഇതെല്ലാമാണ് വസ്തുതകൾ. ആ വസ്തുതകൾക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാചകങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയല്ല. പാർലമെന്റില് വഖഫ് ഭേദഗതി ബില്ല് പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഇടതുപക്ഷ എംപിമാര് ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു. അന്ന്
കോൺഗ്രസ് എംപിമാരും ഈ നിലപാടിനോട് യോജിക്കുകയുണ്ടായി. നിയമസഭയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നിയമസഭയിലായാലും പുറത്തായാലും അന്ന് UDF ഈ നിലപാടിനോടൊപ്പം നിന്നിരുന്നു. പക്ഷേ ഭരണമാറ്റത്തിന് ശേഷം അന്ന് പറഞ്ഞ അതേ നിലപാട് ഞാൻ ആവർത്തിച്ചപ്പോൾ എന്നെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. മുസ്ലിം ഇതര അംഗങ്ങൾ വഖഫ് ബോർഡിൽ വേണ്ട എന്ന നിലപാട് ആവർത്തിക്കുന്ന എല്ലാവരും വർഗീയവാദികളാണോ? അങ്ങനെയാണോ കേരള മുഖ്യമന്ത്രി കാണുന്നത്? അതാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? UDF വഖഫ് വിഷയത്തിൽ കൃത്യമായ മലക്കം മറിച്ചൽ നടത്തിയിരിക്കുന്നു. അത് ചോദ്യം ചെയ്താൽ അത് വർഗീയവാദമാകൂ, ന്യൂനപക്ഷ പ്രീണനമാകൂ. അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിന്റെ നാവ് കടമെടുത്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് എന്ന് പറയേണ്ടതായി വരും. വഖഫ് നിയമത്തിനെതിരായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശങ്കകളെ വർഗീയതയാണ് എന്ന് അധിക്ഷേപിക്കുന്നത് കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയമാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ സെക്ഷൻ 14 പ്രകാരം ബോർഡിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യതയാണ് അന്ന് LDF സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. സെക്ഷൻ 14 ഉപസെക്ഷൻ 1 ക്ലോസ് C പ്രകാരമുള്ള 4 അംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള 7 അംഗങ്ങളും അമുസ്ലിങ്ങളാകാനുള്ള സാധ്യതയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം വഴി തുറക്കുന്നത്. ഇക്കാര്യമാണ് LDF സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഇന്റർവെൻഷൻ ഹർജിയിൽ വ്യക്തമാക്കിയത്. ഈ കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതാണ്, UDF-ലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗുമുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ അത്? ഇതേ നിലപാട് തന്നെയല്ലേ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്? എന്നാൽ ആ ലീഗിന്റെ പ്രതിനിധി വഖഫ് വകുപ്പ് മന്ത്രിയാണിപ്പോ. പക്ഷേ അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥയടങ്ങുന്ന സെക്ഷൻ 14 പൂർണ്ണമായി നടപ്പാക്കുമെന്ന നിലപാട് കോടതിയിൽ ഇപ്പോൾ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. കോടതി ഉത്തരവിന്റെയോ നിർദ്ദേശങ്ങളുടെയോ അടിസ്ഥാനത്തിൽ 14-ാം വകുപ്പ് പൂർണ്ണമായും നടപ്പാക്കിക്കൊള്ളണമെന്ന് പറയാൻ സംസ്ഥാന സർക്കാർ നിർബന്ധമായതല്ല. കാരണം നിയമപോരാട്ടം അവസാനിച്ചിട്ടില്ല. നിയമപോരാട്ടം അവസാനിച്ച് സുപ്രീം കോടതിയും നിലപാടെടുത്ത് മറ്റൊരു വഴിയുമില്ല എന്ന സാഹചര്യം വന്നപ്പോഴല്ല, അങ്ങനെ നിർബന്ധിതമായ ഒരു സാഹചര്യവും ഇപ്പോ ഉയർന്നു വന്നിട്ടില്ല. സ്വമേധയാ അഡ്വക്കേറ്റ് ജനറലിനെ തന്നെ കോടതിയിൽ ഹാജരാകാൻ നിയോഗിച്ച് അങ്ങോട്ട് കയറി സമ്മതിക്കുകയാണ്. ഏതെങ്കിലും നിർബന്ധമായ സാഹചര്യമല്ല, ഞങ്ങൾ ഇത് ചെയ്തു കൊള്ളാം എന്ന്
അങ്ങോട്ട് കയറി സമ്മതിക്കുകയാണ്. അതനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റാണ് കോടതിയിൽ സമർപ്പിച്ചത്. സ്വമേധയാ വരുത്തിയ ഈ നയമാറ്റം സംഘപരിവാർ അജണ്ടയ്ക്ക് അനുകൂലമായ വ്യക്തമായ ചുവടുമാറ്റമാണ്. ഇതിന് മറുപടി പറയാണ് വേണ്ടത്. ആ മറുപടി പറയാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയത പ്രചരിപ്പിക്കുന്നവരായി ചാപ്പകുത്തുന്നതാണോ ശരി? അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ എതിരായ നിലപാടാണ് നിയമസഭയിലായാലും സുപ്രീം കോടതിയിലായാലും LDF സ്വീകരിച്ചത്. അന്ന് UDF അതിനോട് യോജിച്ചു. എന്നാൽ അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ UDF സർക്കാരാണ് നിലപാട് മാറ്റിയത്. ഇത് സംബന്ധിച്ച് സർക്കാർ 2026 ജൂലൈ 14 ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. അതില് തർക്കവിഷയമായ മുസ്ലിം ഇതര അംഗങ്ങളുടെ നിയമനമടക്കം നിഷ്കർഷിക്കുന്ന 14-ാം വകുപ്പ് പൂർണ്ണമായി നടപ്പാക്കും എന്നാണ് കോടതിയിൽ UDF സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുന്ന നിലപാട് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടാമത്തെ വസ്തുതാവിരുദ്ധമായ കാര്യം, സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ LDF സർക്കാരും മുസ്ലിം ലീഗും എല്ലാം ഉണ്ട്, അവരെല്ലാം ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികൾ, ഇവരെല്ലാം നൽകിയ ഹർജി തള്ളി എന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രസ്താവിച്ചത്. ഇത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്. ആ കേസ് സുപ്രീം കോടതിയിൽ തുടരുകയാണ് എന്നതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായി മൂന്നാമതൊരു കാര്യം മുഖ്യമന്ത്രി അതേ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അത് പുതിയ വഖഫ് നിയമം വന്നു. ആ നിയമത്തിനനുസൃതമായി ആദ്യമായി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് കേരളമാണ് എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ചത്. ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന വഖഫ് ബോർഡുകൾക്ക് കാലാവധി പൂർത്തീകരിക്കും വരെ തുടരാമെന്നാണ് പറയുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞാൽ പുനഃസംഘടിപ്പിക്കണം. കാലാവധി കഴിഞ്ഞ ശേഷം വഖഫ് ബോർഡുകൾക്ക് പഴയതുപോലെ പ്രവർത്തിക്കുന്നതിന് നിയമപരമായ അധികാരമുണ്ടാകില്ല. ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. പ്രൊവൈഡഡ് ആൾസോ that the elected members of board holding office on the commencement of the Waqf Amendment Act 2025 shall continue to hold office as such until the expiry of their term of office. കേരളത്തില് 2019 ശേഷം ഭേദഗതിക്ക് മുൻപുള്ള നിയമപ്രകാരം രൂപീകരിച്ച വഖഫ് ബോർഡ് അതിൻ്റെ 5 വർഷ കാലാവധി
പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് 2026 ഫെബ്രുവരി മാസത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ നിർബന്ധിതമായത്. പുനഃസംഘടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, അതാണ് വസ്തുത. കേരളത്തിന് മുൻപ് ഭേദഗതി നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് കേരളമാണ് ആദ്യം ചെയ്തതെന്നാണല്ലോ പറയുന്നത്. എന്നാൽ കേരളത്തിന് മുൻപ് തന്നെ ഈ നിയമമനുസരിച്ച്, ഭേദഗതി നിയമം അനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് തമിഴ്നാടാണ്. 2025 നവംബർ 28 അവിടെ മുസ്ലിം ലീഗ് നേതാവ് നവാസ് ഖനി MP ആണ് തമിഴ്നാട്ടിലെ വഖഫ് ബോർഡ് ചെയർമാൻ. അവിടെയും സെക്ഷൻ 14 പ്രകാരമുള്ള അമുസ്ലിം അംഗങ്ങളെ ഒഴിവാക്കിയാണ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. അത് ശരിയായ നിലപാടായിരുന്നു. ആ ശരിയായ നിലപാട് തന്നെയാണ് കേരളത്തിലെ LDF സർക്കാരും സ്വീകരിച്ചത്. ഇത്തരം പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും പരിശോധിച്ചു വേണ്ടേ മുഖ്യമന്ത്രിയെ പോലെ ഒരാള് പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത്? ചുരുങ്ങിയ പക്ഷം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോടെങ്കിലും അന്വേഷിച്ച് വ്യക്തത വരുത്താമായിരുന്നില്ലേ? കാരണം അവരുടെ MP ആണല്ലോ തമിഴ്നാട്ടില് ചെയർമാനായിട്ടിരിക്കുന്നത്. ഇക്കാര്യം മറച്ചുവെച്ച് കേരളം LDF കാലത്ത് എന്തോ വ്യഗ്രത കാട്ടി എന്ന ധ്വനിയോടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? തമിഴ്നാട്ടില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അന്നത്തെ സ്റ്റാലിൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, വിജയ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണല്ലോ. പക്ഷേ DMK സർക്കാർ മാറി വിജയ് മുഖ്യമന്ത്രിയായ ശേഷം മുൻ സർക്കാർ കാലത്തെ വഖഫ് നിയമനത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ് പുതിയ സർക്കാർ സ്വീകരിച്ചത്. കേരളത്തില് ഭരണമാറ്റം വന്നു, LDF മാറി, UDF വന്നു. UDF അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ഇതര അംഗങ്ങളെ ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഗൂഢനീക്കങ്ങൾ അത് തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കേരളത്തില് UDF സർക്കാർ ഈ വിഷയത്തിലുള്ള നിലപാടിന്റെ ഭാഗമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നിയമപരമായ പോരാട്ടം നടത്തുകയാണ്. ആ പ്രതിരോധത്തെ തന്നെ, നിയമപരമായ പ്രതിരോധത്തെ തന്നെ തകർക്കുന്നതിനാണ് ഈ നിലപാട് സഹായിക്കുക. അപ്പോ അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാലാമതൊരു കാര്യം മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്, അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ സന്നദ്ധമാണ് എന്ന് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. സുപ്രീം കോടതിയിലല്ല, രാജ്യത്തെ ഒരു കോടതിയിലും LDF സർക്കാരോ സംസ്ഥാന വഖഫ് ബോർഡോ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ നിയമത്തിനെതിരായി നിലവിലുള്ള ഹർജികളിൽ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വഖഫ് ബോർഡിൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനാണ്, അത് വഖഫ് ബോർഡിനല്ല. ഇപ്പൊ ഞങ്ങൾ ആരെയെങ്കിലും
നിയമിക്കാൻ തയ്യാറാണ് എന്ന് വഖഫ് ബോർഡിന് പറയാനാകുമോ? ഇതിലും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. UDF സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാട്, ആ നിലപാടിനെതിരെ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ്. LDF-ന് ഇക്കാര്യത്തിലുള്ള നയത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണ്, ഒരു ചാഞ്ചാട്ടവുമില്ല. അങ്ങനെ പറയുന്നതിനെ വർഗീയവാദി ചാപ്പകുത്തി പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതേ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറയുകയുണ്ടായി. അതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. 5ാമത്തെ ഇനമായിട്ട് വേണമെങ്കിൽ അത് എണ്ണാം. 2015 UDF സർക്കാർ ഒപ്പിട്ട വൈദ്യുതി കരാർ LDF സർക്കാരാണ് റദ്ദാക്കിയത്. അതാണ് ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി കാരണം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണെന്ന് മുൻപ് തന്നെ എല്ലാ തലങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തില് UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ ക്രമരഹിതമായ പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭ്യമായിക്കൊണ്ടാണ് ഈ കരാർ നടപ്പാക്കേണ്ടിയിരുന്നത്. അതിന് UDF സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരക്കുകൾ തീരുമാനിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ LDF സർക്കാർ മുൻപാകെ വന്നതാണ്. പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് നേരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയതാണ്. അതായത് ആ കരാറ് ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയാൽ ആ കരാറിന്റെ ഭാഗമായി ലഭ്യമാകുന്ന വൈദ്യുതി ഇല്ലാതെ വരും. അത് വലിയ പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാക്കും. അപ്പോ അത് തുടരട്ടെ എന്ന നിലപാടാണ് LDF എന്ന് സ്വീകരിച്ചത്. അതാണ് സർക്കാർ നിലപാടായി സ്വീകരിച്ചത്. ഇവിടെ വൈദ്യുതി കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലായിരുന്നു. ഈ അനുമതികൾ ലഭിക്കാതെ 2015 UDF സർക്കാർ കരാർ ഒപ്പിടുകയാണ് ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അനുമതി വേണമായിരുന്നു. ടെൻഡർ ക്രമപ്രകാരമല്ല എന്ന നിലപാടാണ് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ചത്. അപ്പോൾ വൈദ്യുതി ആവശ്യകതയുടെ പേരിൽ കരാറുമായി മുന്നോട്ട് പോകാനാണ് അന്ന് സംസ്ഥാനം തയ്യാറായത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അതിൽ നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ടെൻഡറിലെ അപാകത ചൂണ്ടിക്കാണിച്ച് 2022 2015 കരാറ് വന്നത്. 2016 മുതൽ LDF സർക്കാരാണ്. 2022 റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാർ റദ്ദാക്കുന്ന ഉത്തരവിട്ടത്. 7 വർഷക്കാലമായി തുറന്നു പോകുന്ന കരാർ പെട്ടെന്ന് റദ്ദ് ചെയ്തെന്നത് വൈദ്യുതി ലഭ്യതയെ ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായി. റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ച നിലപാടിനോട് സർക്കാരിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അടിയന്തര സാഹചര്യം
മുൻനിർത്തി പൊതു താൽപര്യം കണക്കിലെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം സെക്ഷൻ 108 ഓഫ് ദ ഇലക്ട്രിസിറ്റി ആക്ട് 2023 അത് ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നയപരമായ നിർദ്ദേശം നൽകി. ആ അധികാരം സർക്കാരിനുണ്ടായിരുന്നു. ആ അധികാരം LDF സർക്കാർ വിനിയോഗിച്ചു. അതനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചു. അപ്പോഴേക്ക് മറ്റൊരു പ്രശ്നം വന്നു. വൈദ്യുതി നൽകുന്ന കമ്പനികൾ അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകി. അതിന്റെ ഭാഗമായി അപ്പലറ്റ് ട്രിബ്യൂണല് കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തെ ശരിവെച്ചു. ഇത്തരം നിലപാടുകൾ വന്നപ്പോ സർക്കാർ അവിടെ കൈയും കെട്ടിയിരിക്കുകയല്ല ചെയ്തത്. ആ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാർ തയ്യാറായി. KSEBയും സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസിൽ ഇപ്പോഴും അന്തിമ വിധി വന്നിട്ടില്ല. ഇതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ കേസ്, സുപ്രീം കോടതിയിലുള്ള കേസ് വിചാരണ പൂർത്തീകരിക്കുന്നതിനായി അടിയന്തരമായി സർക്കാർ ഇടപെടുകയാണ് വേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനല്ല മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. ഈ ഗൗരവം കണക്കിലെടുത്ത് ഇത്തരമൊരു ഇടപെടൽ നടത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ നമുക്ക് മഴക്കുറവുണ്ടായിട്ടുണ്ട്. മഴക്കുറവ് നേരത്തെയും ഉണ്ടായിരുന്നു. അത്തരം ഘട്ടങ്ങളിലെല്ലാം ഫലപ്രദമായ മാനേജ്മെന്റിലൂടെ ലോഡ് ഷെഡിങ് ഒഴിവാക്കിയ അനുഭവം ജനങ്ങളുടെ മുന്നിലുണ്ട്. ഈ പറഞ്ഞ കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയ ശേഷവും LDF ഭരണകാലത്ത് ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടില്ല. അതെല്ലാം ഇത്തരം കരുതലുകളുടെ ഭാഗമായിരുന്നു. LDF സർക്കാർ ഒരു കരാറും റദ്ദ് ചെയ്തിട്ടില്ല. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായ റെഗുലേറ്ററി കമ്മീഷൻ, മുഖ്യമന്ത്രിക്കറിയാം, അതൊരു ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ്. ആ കമ്മീഷനെ രാഷ്ട്രീയമായി പക്ഷം ചേർത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലൊരാൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത്? സർക്കാർ നിർദ്ദേശപ്രകാരം റെഗുലേറ്ററി കമ്മീഷന് ആ കരാർ പുനഃസ്ഥാപിക്കേണ്ടി വന്നല്ലോ. അവിടെ സർക്കാർ ആക്ട് ചെയ്തല്ലോ. എന്നാൽ അപ്പലറ്റ് ട്രിബ്യൂണൽ വിധിയെ തുടർന്നാണ് പിന്നീട് റദ്ദാക്കപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം വേണമായിരുന്നു, നടപടിക്രമങ്ങൾ പാലിക്കണമായിരുന്നു. ഇതൊന്നുമില്ലാതെ 2015 ദീർഘകാല കരാർ ഒപ്പിട്ട UDF സർക്കാരാണ് ഇതിൽ യഥാർത്ഥ കുറ്റക്കാർ. വസ്തുതകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ദുരാരോപണത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ രാജ്യമാകെ സമര തീച്ചുളയിലാണിപ്പോൾ. യുവജനങ്ങളും വിദ്യാർത്ഥികളും രാജ്യത്താകെ കടുത്ത പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ അട്ടിമറിയിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ
കെടുകാര്യസ്ഥക്കെതിരെ രാജ്യത്തുടനീളം വലിയ ജനരോഷമാണ് ഉയർന്നു വന്നത്. CJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് വിവാദത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. നിലവിൽ മുഖ്യമന്ത്രി നിലവിട്ട് പെരുമാറുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണെന്നും വഖഫ് വിവാദത്തിൽ UDF സർക്കാർ നടത്തുന്നത് സംഘപരിവാറിന്റെ സേവയാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. കൂടാതെ തന്നെ വൈദ്യുതി പ്രതിസന്ധിയിലടക്കം മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത്.